തിരുനാവായയിൽ നടന്ന മാഘ് മഹോത്സവത്തെ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നതായി സൂചന. മലപ്പുറം ചെമ്മാട് പിടികൂടിയ വൻ സ്ഫോടക വസ്തു ശേഖരം മാഘ് മഹോത്സവം തകർക്കാൻ എത്തിച്ചതെന്നാണ് സംശയം. കേസിലെ മുഖ്യ സൂത്രധാരനായ ഹാരിസിൽ നിന്നും NIAക്ക് ലഭിച്ചത് നിർണായക വിവരങ്ങളാണ്. സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവത്തിൽ 10 പേരാണ് നിലവിൽ NIAയുടെ കസ്റ്റഡിയിലുള്ളത്. വിവരങ്ങളുമായി ശിവദാസും അനഘയും ചേരുന്നുണ്ട്. ആദ്യം അനഘയിലേക്ക് പോകുന്നു. അനഘ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഇത്തരമൊരു വലിയ ആക്രമണം നടത്തി കേരളത്തിൽ ഒരു വലിയ വർഗീയ കലാപത്തിനൊക്കെ ലക്ഷ്യമിട്ടതായിട്ടുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതും ഒരു കുറച്ചധികം സ്ഫോടക വസ്തുക്കൾ സാധാരണഗതിയിൽ വല്ല കോറിയിലേക്കും എത്തിച്ചതാകുമെന്ന് കരുതി ആ രീതിയിലെ അന്വേഷണം ഒതുങ്ങിപ്പോകുന്നതാണ്. പക്ഷേ NIA 3 സംസ്ഥാനങ്ങളിൽ അതടക്കം നടത്തുന്ന വിപുലമായ അന്വേഷണം, 19 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ്, അങ്ങനെ വലിയൊരു ക്യാൻവാസിലേക്ക് മാറുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജിത്ത്, ഈ കേരളത്തിന്റെ കുംഭമേള അറിയപ്പെട്ടിരുന്ന മാഘ മഹോത്സവമാണ് മലപ്പുറം തിരുനാവായയിൽ വെച്ച് നടന്നത്. ഈ മഹോത്സവം നടന്നതിന് തൊട്ട് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് കഴിഞ്ഞതിന് ശേഷം 3 ദിവസത്തിന് ശേഷമാണ് ലോറിയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ഉള്ളിച്ചാക്കിൽ മറച്ച രീതിയിലായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. തുടർന്നാണ് ഈ കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്താണ് NIA കേസ് ഏറ്റെടുക്കുന്നതും ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ടം ഇതൊരു ഹോളോ ബ്രിക്സിന്റെ കടയാണ്. ഈ കടയിലേക്ക് എങ്ങനെയാണ് ഉള്ളിച്ചാക്കിന്റെ മറവിൽ ഈ സ്ഫോടക വസ്തു എത്തുന്നത്? ഏതെങ്കിലും ഒരു കോറിയുമായി ബന്ധമുള്ളതല്ല എന്ന് NIA സംഘം കണ്ടെത്തുന്നു. തുടർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഊർജിതമായിട്ടുള്ള അന്വേഷണവും റെയ്ഡും നടക്കുന്നു. അങ്ങനെ കർണാടകയിൽ റെയ്ഡ് നടത്തി ഒരാളെ പിടികൂടുന്നു. ഇയാളിൽ നിന്നാണ് കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഈ ഹാരിസിനെ കുറിച്ച് NIAക്ക് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹാരിസിനെ NIA സംഘം അറസ്റ്റ് ചെയ്തത്. ഈ ഹാരിസിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഈ മാഘ മഹോത്സവം ലക്ഷ്യമിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് എന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശിവദാസ് ഉണ്ട്. ശിവദാസ്, ഇപ്പോൾ ഈ NIAയുടെ കണ്ടെത്തലുകളുടെ അല്ലെങ്കിൽ NIAയുടെ അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ ചില ഭാഗങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, 3 സംസ്ഥാനങ്ങളിൽ ഒരേ സമയം, അവിടെ 19 ഇടങ്ങളിലാണ് ഒരേ സമയം തെരച്ചിൽ നടന്നത്, റെയ്ഡുകൾ നടന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടെത്തിയത് ഒരു ചെറിയ നമ്പർ അല്ല സ്ഫോടക വസ്തുക്കളുടെ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് 89,000 ജെലാറ്റിൻ സ്റ്റിക്കുകൾ കുറഞ്ഞത് അവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഒരുമിച്ച് കോൺസെൻട്രേറ്റഡായി ഒരേ സമയം എത്തിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കുന്നതുമല്ല. അതിന് നിയമവിരുദ്ധമായി കൊണ്ടുവരുന്ന വസ്തുക്കളാണെങ്കിൽ കൂടി അത് ഒരുമിച്ച് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നത് ശീലവുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് NIA ഈ അന്വേഷണം ഏറ്റെടുക്കുന്നതും ഈ വലിയ രീതിയിലുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പോലെയുള്ള ഒരു സംവിധാനം ഈ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അതിൽ ചില ഗുരുതരമായിട്ടുള്ള സാധ്യതകൾ അവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നത് കൊണ്ട് തന്നെയാണ്. ശിവദാസ്, തീർച്ചയായും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി സാധാരണ ചെറിയ കേസുകളൊന്നും തന്നെ ഏറ്റെടുക്കാറില്ല. വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള കേസുകളാണ് സാധാരണ ഏറ്റെടുക്കാറുള്ളത്. ഇവിടെ മലപ്പുറം ജില്ലയിൽ ചെമ്മാട് പിടികൂടിയത് വൻ തോതിലുള്ള ശേഖര സ്ഫോടക വസ്തുക്കളാണ്. അതായത് 89,500-ലധികം ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് 10,000-ൽ കൂടുതൽ ഇലക്ട്രോണിക് മെഷീനുകൾ അടക്കമുള്ളവ സ്ഫോടക വസ്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം പിടികൂടിയിരുന്നു. അതായത് വൻ തോതിലാണ്, അതായത് കേരളം പോലും തകർക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. അത്തരത്തിൽ ഉള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അനധികൃതമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെയാണ് ഇത് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. കാരണം ഇത് തുടക്കം മുതൽ തന്നെ NIA ഇതിന്റെ കൃത്യമായ സൂചനകൾ NIAക്ക് ലഭിച്ചിരുന്നു. അവർ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ നിരീക്ഷണം നടത്തിയിരുന്നു. കാരണം ഈ കേസിൽ കേരളത്തിൽ മാത്രമല്ല ഇതിന്റെ കണ്ണികൾ ഉള്ളത്, തമിഴ്നാട്, കർണാടക അടക്കമുള്ള ഇതര സംസ്ഥാനത്തടക്കം ഇതിന്റെ കണ്ണികൾ ഉണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് മലപ്പുറം ചെമ്മാടുള്ള ഒരു ഹോളോ ബ്രിക്സിന്റെ ഗോഡൌണിൽ നിന്നും പിടികൂടിയത്. അതായത് കർണാടകയിൽ നിന്നും തമിഴ്നാടിലും അടക്കമുള്ള അവിടെ നിന്നും പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പ്രതികളെ പിടികൂടിയിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് പ്രതികളെ പിടികൂടിയിട്ടുണ്ട്, കേരളത്തിൽ നിന്നുള്ള പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു
ശൃംഖല തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായി തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ ആ സമയത്ത് തന്നെ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഒരു ലോറിയിൽ തണ്ണിമത്തൻ കൊണ്ടുവരുന്ന ലോറിയിൽ തണ്ണിമത്തൻ മറയാക്കിയിട്ടായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത്. അതായത് കൃത്യമായി തന്നെ വലിയൊരു ശൃംഖല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ആസൂത്രണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഭീകരവാദ ശക്തികൾ ഈ സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഈ കേസ് ഏറ്റെടുക്കുന്നത്. നിലവിൽ ആ പ്രദേശത്തെ ഈ പറയുന്ന മതവിഭാഗങ്ങളുടെ അടക്കം പിന്തുണയോടുകൂടി ഒരു ഹിന്ദു റെനൈസൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ സ്വന്തം ആചാരങ്ങളെയും അനുഷ്ഠാന പദ്ധതികളെയും ഒക്കെ അപകർഷതാബോധത്തോടെ കണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നൊരു വലിയ മാറ്റത്തിലേക്ക് ഒരു സാമൂഹിക ശക്തിയായി ഹിന്ദുത്വം കേരളത്തിൽ ശക്തി പ്രാപിച്ചതിന്റെ തെളിവായി മാറിയ മാഘ മഹോത്സവത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായിട്ടുള്ളതിന് തെളിവുകളാണ് ഇപ്പോൾ NIA പുറത്തുവിടുന്ന അല്ലെങ്കിൽ NIAയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതല്ലേ അനക്ക? തീർച്ചയായും പ്രജിത്ത്, അതായത് കേരളത്തിലെ കുംഭമേള ഒരു വലിയ ജനസമൂഹം ഒന്നാകെ ആഘോഷിച്ച, കേരളം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ നടന്നത്. അതിൽ ഇതര മതസ്ഥരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ കൂടി ആ മാഘ മഹോത്സവം വിജയിക്കുന്നതിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുതകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അതായത് NIA സംഘത്തിന് ഇതിലേക്കൊരു സംശയത്തിലേക്ക് എത്താനുള്ള കാരണം ഈ മാഘ മഹോത്സവം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഈ ലോറിയിൽ നിന്ന് ഇത്രയധികം, അതായത് കേരളത്തെ ഒന്നാകെ കത്തിച്ചാമ്പലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ആ ലോറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ആ ലോറിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്, അത് രണ്ടും കൂടി നോക്കുമ്പോൾ ഇതിൽ വലിയൊരു സംശയം വരാം. കാരണം ഇതൊരു ക്വാറിയിലേക്കല്ല കൊണ്ടുവന്നത്, ഇതൊരു ഹോളോ ബ്രിക്സിന്റെ കടയാണ്. ആ കടയിലേക്ക് എന്തിനാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. പിന്നെയാണ് ഇത്തരത്തിലൊരു മഹോത്സവം കഴിഞ്ഞു, അതിന് തൊട്ടു പിന്നാലെ ഈ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ മഹോത്സവം നടക്കുന്ന ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ടു മുൻപ് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടന്ന് ഉടൻ തന്നെ NIA ഈ കേസ് ഏറ്റെടുക്കുന്നതും കൃത്യമായുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് തൊട്ടടുത്തുള്ള 2 സംസ്ഥാനങ്ങളിലേക്കും NIAയുടെ അന്വേഷണം കൃത്യമായി തന്നെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, അതുപോലെ കർണാടകയിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഈ കർണാടകയിൽ റെയ്ഡ് നടത്തിയത് ഈ കോറിയിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ് നടത്തിയിരുന്നത്. അതിൽ തന്നെ ഈ കോറിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ സാധാരണ ഇതര സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരാറ്. അതിന് കൃത്യമായ ലൈസൻസും രേഖകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മലപ്പുറത്തെത്തിയ ലോറിക്ക് കൃത്യമായ ലൈസൻസോ മറ്റ് രേഖകളോ ഉണ്ടായിരുന്നില്ല. ഈ സ്ഫോടക വസ്തുക്കൾ ഉള്ളിച്ചാക്കിന്റെ മറവിലാണ് കൊണ്ടുവന്നത്. ഇതിൽ നിന്ന് തന്നെ ഇത് കൃത്യമായി ഇതിനു പിന്നിൽ ഒരു ആസൂത്രണമുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. NIA കൃത്യമായി ചോദ്യം ചെയ്ത് വരികയാണ്. NIA പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഹാരിസിൽ നിന്ന് ലഭിക്കേണ്ട വിവരം ഈ മാഘ മഹോത്സവവും ഈ സ്ഫോടക വസ്തുക്കൾ ഇത് തമ്മിൽ എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് അതിൽ ഉപയോഗിക്കാനാണോ അല്ലെങ്കിൽ അതുമായി എന്താണ് ബന്ധം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു സൂചനകളാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സാമൂഹിക ആഘോഷമായി മാറിയ പരിപാടിയാണ് മാഘ മഹോത്സവം എന്നുള്ളത്. അതിനെ നശിപ്പിക്കാനും ജിഹാദി ശക്തികൾ ശ്രമിച്ചിരുന്നു എന്നുള്ള സംശയമാണ് ഈ മണിക്കൂറിൽ ശക്തമാകുന്നത്. എന്തായാലും NIAയുടെ അന്വേഷണത്തിൽ അതിന്റെ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും.